ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചിന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ട് ഒരു ഡിഷാണ്. ആദ്യം തന്നെ സവോള ഇങ്ങനെ കുറുകുരാന്ന് മുറിക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഫസ്റ്റ് തന്നെ മുറിച്ച് വെച്ച സവോള എടുത്ത് വഴട്ടുക. എന്നിട്ട് അതിലേക്ക് മിൻസ്ഡ് ബീഫ് ഇടുക. ഇതുപോലെ മിൻസ്ഡ് മീറ്റ് ചൈനയിലെ മിക്ക സൂപ്പർ മാർക്കറ്റിലും ഈസി ആയിട്ട് കിട്ടും. ഈ മീറ്റ് കുറച്ച് ഫ്രോസൺ ആണ്, അതാണ് ഇങ്ങനെ ഹാർഡായിട്ടിരിക്കുന്നത്. പാനിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ എല്ലാം സോഫ്റ്റായി വന്നോളും. അതിനുശേഷം കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇതിനെ വീണ്ടും മിക്സ് ചെയ്യുക. ഇനി വേറൊരു ബൗളിൽ മുട്ട എടുക്കുക. ഇതുപോലെ ഇരട്ട മുട്ട എവിടെ നിന്നാണ് കിട്ടിയെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലായി കാണും. ഞങ്ങളിപ്പോൾ എടുക്കുന്നത് മൊത്തം 3 മുട്ടയാണ്. മുട്ട ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന മീറ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുക. പാൻ കുറച്ച് വലുതായിപ്പോയി, അല്ലെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നേനെ. ഇനി ഇതിന്റെ മുകളിൽ 2 ചീസിന്റെ സ്ലൈസ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ മൂടി വയ്ക്കുക. ഇത് കുക്കാവുന്നവരെ നമുക്ക് ബ്രെഡ് റെഡിയാക്കാം. ഈ ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഓൾറെഡി ചാനലിൽ കിടക്കുന്നുണ്ട്. ഇത് ഇനി നടുക്കിക്കൂടെ മുറിച്ച് 2 ഹാഫ് ആക്കുക. ചീസ് മൊത്തത്തിൽ ഉരുകി കഴിയുമ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഓരോ പീസ് മുറിച്ച് ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. അത്ര ഉള്ള സംഭവം. ഇനി എൻ്റെ വക ഒരു ചായയാണ്. ഇത് ചായപ്പൊടിയുടെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. പക്ഷെ ചിന്നുവിന് ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ചായപ്പൊടി മണത്ത് കിറങ്ങി നിൽക്കുക ചിന്നു. എന്തായാലും ചായ ഉണ്ടാക്കുന്നത് കാണിച്ച് ബോറടിപ്പിക്കണില്ല. സോ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നുണ്ടാക്കിയത് ചൈനീസ് ഡിഷ് ഒന്നല്ല കേട്ടോ. എന്താ ഇതിൻ്റെ പേരെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ചിന്നു എവിടെയോ കണ്ട് പഠിച്ചതാണ്. എന്തായാലും ബ്രെഡും മീറ്റും കൂടി ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. ഇതൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത് കഴിച്ചാൽ പിന്നെ ലഞ്ചിനൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ബൈ.